താനെന്റെ മോനെ തല്ലിയല്ലേ? തല്ലുകൊണ്ടത് മോനാണെങ്കിലും കണ്ണിൽ ഇരുട്ട് കയറിയത് യശോദമ്മയ്ക്കാൻ തോന്നണമല്ലോ. നിന്റെ അമ്മ ഇനിയും മിണ്ടിയ നീ ഇനിയും തല്ലുള്ളൂ. താനെന്നെ തല്ലിയല്ലേ? തൽക്കാലം എന്താ കിട്ടിയത് വെച്ച് തൃപ്തിപ്പെട്. ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങാതെ. അച്ഛൻ മുറി ചെന്നിരിക്കെ ചെല്ലു. ചേച്ചി എന്ത് കഷ്ടോളമ്മ ഇത്! ഈ അച്ഛനെയും മോളെയും പേടിച്ച് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? അമ്മയുടെ മുമ്പിൽ വെച്ചാണ് എന്നെ തള്ളിയിട്ട് രണ്ടും കൂടെ മേലോട്ട് കയറിപ്പോയത്. അച്ഛനും മോളും രണ്ടുപേരും ഇവിടെ തന്നെ വേണം. അയാള് നിന്നെ തല്ലിയതിന് കണക്ക് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ യശോദാമ്മ പറയിക്കും. അച്ഛൻ എന്തിനാ അങ്ങേരെ തല്ലാൻ പോയത്? ഒന്ന് പോയാവണി. നന്നായി അച്ഛാ. ഞാൻ വിചാരിക്കുമായിരുന്നു ആരെങ്കിലും അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന്. രണ്ടെണ്ണം കൂടെ കൊടുക്കായിരുന്നു. എന്തായാലും നന്നായി. കുറച്ച് നാളെ ഞാനൊന്ന് ഓങ്ങി വെക്കായിരുന്നു. ഇന്ന് അവസരം ഒത്തു കിട്ടിയത്. ഇന്ന് കൊടുത്തില്ലെങ്കിലേ നമ്മൾ സംസാരം മാത്രമേ ഉള്ളൂ എന്ന് അവർ ഓർക്കും. ഇനി ആ സംശയം ഉണ്ടാവില്ല. നേരത്തെ എന്നോട് മാത്രമേ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അച്ഛനോടും ദേഷ്യമായിരിക്കും. ഇനി അച്ഛനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കാനേ അയാൾ നോക്കുള്ളൂ. അവര് ചെയ്യട്ടെ മോളെ, നമ്മൾ രണ്ടുപേരും അതിനെ നേരിടും. പിന്നെ എന്തിനാ നിന്നെ കരാട്ടെ പഠിപ്പിച്ചത്? കേട്ട് പഠിക്കടി. ഇതുപോലെ ഒരു അച്ഛൻ ഇല്ലാത്തതുകൊണ്ടായി നാട്ടിലെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. നിന്റെ അച്ഛൻ നിന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു, നീ തിരിച്ചുപദേശിക്കുന്നു. ഫൈറ്റ് ചെയ്യ. നിനക്കറിയോ, വക്കീല് മോഹന്റെ ഒരു വേറെ പതിപ്പായിരുന്നു. എനിക്കും ഉണ്ട് ഇതുപോലെ ഒരു അച്ഛൻ. ആ അച്ഛൻ എന്റെ കൂടെ നിന്ന് പറഞ്ഞു, നിന്നെ എന്തേലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ. അതെന്ന് ചെയ്തു തുടങ്ങിയോ വക്കീല് നേരെ വഴിയായി. അങ്ങനെ ചെയ്തൂടെ നിനക്ക്? അതിനു പകരം അവള് നന്മമരം കളിക്കുക. ഇനി നീ തോറ്റു കൊടുക്കരുത്. ഇന്നലെ നീ കരഞ്ഞത് ഓർമ്മയില്ലേ? തോറ്റുപോയിന്നും പറഞ്ഞാ നീ കരഞ്ഞത്. ജയിച്ചു നിൽക്കുന്ന നിന്നെ തോപ്പിക്കുന്ന അവര് വീണ്ടും പറയണത്. അങ്ങനെ തോറ്റു കൊടുക്കാനാണോ മോളെ നിന്റെ തീരുമാനം? തോറ്റു കൊടുക്കാനല്ല അച്ഛ, അടിച്ചാ തിരിച്ചടിക്കാൻ തന്നെയാ. ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, അതുവരെ നീ ഫൈറ്റ് ചെയ്യണം. നീ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യേ. ഞാനും ഉണ്ട് നിന്റെ കൂടെ.